നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒല്ലാൽ ശിവക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ പൊങ്കാല കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി തിരക്കൊക്കെ? നല്ല തിരക്കാണ്, അടിപൊളി തിരക്കുണ്ട്, ഭയങ്കര തിരക്കുണ്ട്, നല്ല തിരക്കിലാണ്. നമുക്ക് ഇവിടെ അഭിപ്രായം ചോദിക്കാം. പൊങ്കാല എങ്ങനെ ഉണ്ടായിരുന്നു സുനിത? പൊങ്കാലയൊക്കെ അടിപൊളിയായിരുന്നു. കണ്ടില്ലേ, നമ്മൾ എത്ര പേര് വന്നാലും ഇരിക്കാനുള്ള ഭക്ഷണം 2000 പേർക്കുള്ള ഉണ്ട്, 11 മണി വരെ ഉണ്ട്, അന്നദാനം ഉണ്ട്, എല്ലാവർക്കും കിട്ടും, തിരക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും, അത് നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വരുന്ന എല്ലാ 2000 പേർക്കോളം ഈ ഒരു പ്രഭാത ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് കൊടുത്തു. പൊങ്കാലയ്ക്ക് തീ കത്തിച്ചതിന് ശേഷം ഈ അരി കഴുകുന്ന കാഴ്ച കണ്ടില്ലേ. നമ്മുടെ ഒല്ലാൽ ശിവക്ഷേത്രത്തിൽ 10-20 വർഷമായിട്ട് നടത്തി വരുന്ന ഒല്ലാൽ പൗരസമിതിയുടെ ദാഹജല വിതരണമാണ്. ഈ പൊങ്കാല ഇടുന്നവർക്ക് ഇത് വലിയ ഉപകാരമാണ് കേട്ടോ. നല്ല ചൂടുള്ള സമയമല്ലേ, പുറത്തോട്ടൊക്കെ നോക്കി നല്ല ചൂട്, അവർക്ക് ഒരു ആശ്വാസമാണ്. കണ്ടില്ലേ ഈ ഒരു ദാഹജലം. ദാഹജലം വിതരണം തുടങ്ങിയില്ലേ? അതെ, തുടങ്ങിയിരിക്കുന്നു. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ദാഹജലം തുടങ്ങിയിരിക്കുകയാണ്. അത് ടോട്ടൽ ഒരു 20 വർഷം ആറായി. പിന്നെ അത് കണക്ക് തന്നെ വൈകിട്ട് ഉറിയടിയുണ്ട് ഒല്ലാൽ പൗരസമുദ്രം. അത് പാരമ്പര്യമായിട്ട് ഇവരെ ഫാമിലിയാണ് ഉറിയടിക്കുന്നത്. അവരെ മാമന്മാരെ കാലം മുതലേ ഇവരെ വീട്ടുകാരാണ് ഉറിയടിക്കുന്നത്. ഉറിയടിക്കെല്ലാം സെറ്റാണ്. ഇവിടെ പൊങ്കാല പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊങ്കാലയ്ക്ക് തീർത്ഥം തെളിക്കാൻ വന്നിരിക്കുകയാണ് ശാന്തി. കണ്ടില്ലേ, വളരെ നല്ലൊരു പൊങ്കാലയായിരുന്നു കേട്ടോ. ഒരുപാട് പേര് പൊങ്കാല കഴിഞ്ഞതിന് ശേഷം അവിടെ തീർത്ഥം തെളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കർപ്പൂരമൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു. ഇവിടെ കണ്ടില്ലേ, എല്ലായിടത്തും ഇതുപോലെ ഓരോ ശാന്തിമാര് ചെല്ലും തീർത്ഥം തളിക്കാനായിട്ട്. അങ്ങനെ തീർത്ഥം തളിച്ചതിന് ശേഷം കർപ്പൂരം കത്തിച്ച് ഇതുപോലെ പ്രാർത്ഥിക്കും. അത് പൊങ്കാല കഴിഞ്ഞിട്ടുള്ള ഒരു ചടങ്ങാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവരും പൊങ്കാല ഇടുന്നവരാണല്ലോ. കണ്ടില്ലേ, വളരെ നല്ലൊരു കാഴ്ചയാണ്. ഇതിന് ശേഷം പായസം കൊടുക്കും. അവിടെ നിൽക്കുന്നവർക്കെല്ലാം പായസം കഴിക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെ ഇത് കഴിയുമ്പം പായസം പോയി വാങ്ങാറുണ്ടായിരുന്നു. അങ്ങനെ നമുക്കും കിട്ടി ചൂട് ഇഡ്ഡലി സാമ്പാർ. നല്ല ചൂടായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. പ്രഭാത ഭക്ഷണം അങ്ങനെ ഈ ഉത്സവത്തിന് പോകുമ്പോഴേ ഇത് കഴിക്കുന്നത് നല്ല രസമാണ്. കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടമ്മ? അടിപൊളി, സൂപ്പറായി. എല്ലാ വർഷവും വരാറുണ്ട്? വരാറുണ്ട്. നമ്മളെ ജീവൻ ഉണ്ടെങ്കിൽ ശിവരാത്രിക്ക് ഇവിടെ എത്തും. കണ്ടില്ലേ, അതാണ് ഈ ഒരു ഒല്ലാൽ ശിവരാത്രി എന്ന് പറയുന്ന പലർക്കും ഒരു വികാരമാണ്. നമ്മളെ പ്രഭാത ഭക്ഷണം ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കും ഓരോരുത്തർ. എങ്ങനെയുണ്ട് പ്രഭാത ഭക്ഷണം? നല്ല ഫുഡ്, നല്ലതാണ്. ഇഡ്ഡലി സാമ്പാറൊക്കെ ഇഷ്ടമാണോ? ഇതാണ് കലവറ ഫുള്ള് സെറ്റാണ്. ഉച്ചയ്ക്ക് എത്ര പേർക്കുള്ള ആഹാരമുണ്ട്? ഉച്ചയ്ക്ക് ഒരു 3000 പേരുടെ ആഹാരമുണ്ട്. ഇത് ഏതാണ് പാചകം? ശിവപാലൻ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ്, പുതിയിടം പരവൂർ. പുതിയിടത്തല്ലേ. ഇതിപ്പോൾ ഇന്നലെ തൊട്ട് ഇവിടെ ഉണ്ടല്ലോ? ഇന്നലെ തൊട്ട് എല്ലാം ഓക്കെ ആയിട്ട് മംഗളമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അതിഗംഭീരമായ നമ്മുടെ പൊങ്കാല കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടില്ലേ, നമ്മുടെ കടയ്ക്കൽ നിന്നുള്ള നമ്മുടെ ടീമാണ്, ഫാമിലി ടീം. എല്ലാ ഉത്സവത്തിനും ഒത്തുകൂടും. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോയ്ക്ക് കാണും വരെ ഇറ്റ്സ് മീ സുകേഷ് സുമാരൻ സൈനിങ് ഓഫ്.